അതായത് നമ്മുടെ കബോർഡിൽ ഇരിക്കുന്ന പഴയ തുണികൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പുതുമയോടെ തിരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ട് വാഷ് ചെയ്ത് വെച്ചൊരു 3 മാസം കഴിഞ്ഞ് ഇടാതെ വെച്ചാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. യെസ് ഓണായി അല്ലേ? കൈ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. നമ്മുടെ 4-way സ്വിംഗ് ഉള്ള ടെക്നോളജിയാണ്. നമുക്ക് അത് സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് IFBC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്ക് ഇത് ഫ്രണ്ട് ആൻഡ് ബാക്കും ഈ ഫിൻസ് സൈഡ് വേസിലും നമുക്ക് ഇവിടെ സ്വിംഗ് ആയി കിട്ടും. അല്ല, എല്ലാ ആളുകൾക്കും ഒരു വിശ്വാസം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇന്ത്യൻ ബ്രാൻഡ് ആണോ എന്നൊരു സംശയം ഉണ്ട് അല്ലേ? പക്ഷെ IFB പ്യുവർലി ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയെ IFBയുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന IFBയുടെ പോയിന്റിലാണ്. ഇത് മോൺസി, ഇദ്ദേഹം IFBയുടെ ഒരു സ്റ്റാഫാണ്. അപ്പം നമുക്ക് നമ്മുടെ ആളുകൾക്ക് എന്താണ് IFB പോയിന്റ് എന്നും പ്രോഡക്റ്റുകളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, പല ആളുകൾക്കും ഒരുപക്ഷെ ഒരു വിശ്വാസം ഉണ്ടാവും വാഷിംഗ് മെഷീൻ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന്. അല്ലല്ലോ, ഹോം അപ്ലയൻസിൽ മിക്ക ഫ്രിഡ്ജ് ഉണ്ട് അല്ലേ? നമുക്ക് AC വരുന്നുണ്ട്, ഓവൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫുഡ് ഹോബ് വരുന്നുണ്ട്, പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഡിഷ് വാഷർ വരുന്നുണ്ട്. ഡിഷ് വാഷർ ഇപ്പൊ നമ്മൾ 2024 ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഉള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ഇതല്ലേ? അതെ. എന്താണ് അതിന്റെ പ്രത്യേകത? മെയിൻ ആയിട്ട് നമുക്ക് ഇതൊരു 9 കിലോ വാഷിംഗ് മെഷീനാണ്. ഇതിനകത്ത് തന്നെ വൈഫൈ കണക്റ്റഡ് ആണ്. അത് നമുക്ക് വൈഫൈ ത്രൂ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിലില്ലെങ്കിൽ കൂടി നമുക്ക് വൈഫൈ, നമ്മുടെ വീട്ടില് വൈഫൈ കണക്ട് ചെയ്തിട്ട് ത്രൂ ഫോൺ വഴി നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വേറെ എന്താണ് ഇതിനകത്ത് പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇത് അതായത് മിനിമം 1 hour കൊണ്ട് ഫുൾ വാഷ് കഴിഞ്ഞ് നമുക്ക് കിട്ടും. അങ്ങനെ ടെക്നോളജി ഉണ്ട്. മെയിൻ ആയിട്ട് മിക്സഡ് ഡെയിലി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് ഈ ടെക്നോളജി വരുന്നത്. ഇതിനെന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് അറൗണ്ട് ഒരു 50 അകത്തേ വരത്തുള്ളൂ. ആണല്ലേ? ഓക്കെ. ഇതാവുമ്പോഴോ, ഇതൊരു വാഷിംഗ് മെഷീൻ ആവുമ്പോഴോ? ഇത് നമ്മുടെ നോർമൽ, അതായത് നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചു വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അതിന്റെ 8 കിലോ ആണ്. ഇതും 1400 RPM തന്നെയാണ്. ഈ IFB ആണ് ആദ്യം ഫ്രണ്ട് ലോഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലേ? ഇതിനു ശേഷമാണ് മറ്റു ബ്രാൻഡുകൾ ഈ ഒരു കോൺസെപ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. യെസ്. വേറൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് നമുക്ക് 3-in-1 എന്നാണ് പറയുന്നത്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് തന്നെ വാഷിംഗ് ചെയ്യാം, ഡ്രയർ ചെയ്യാം, അതേപോലെ തന്നെ റീഫ്രഷ് എന്ന് പറഞ്ഞൊരു മോഡും കൂടെ ഉണ്ട് എക്സ്ട്രാ. റീഫ്രഷ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ കബോർഡിൽ ഇരിക്കുന്ന പഴയ തുണികൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പുതുമയോടെ തിരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ട് വാഷ് ചെയ്ത് വെച്ചൊരു 3 മാസം കഴിഞ്ഞ് ഇടാതെ വെച്ചാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. കൊള്ളാല. അത് നമുക്ക് 2.5 കിലോ വരെ റീഫ്രഷ് മോഡ്. അതിന് ഓരോന്നിനും ഓരോ കിലോ വ്യത്യാസമുണ്ട്. 8.5 കിലോ ആണ് ഈ ഒരു മെഷീൻ വരുന്നത്. 8.5 കിലോ നമുക്ക് ഫുൾ വാഷിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് IFB പോയിന്റിലാണ്. അതായത് IFBയുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ, ബ്രാൻഡഡ് ഷോറൂമാണ്. അപ്പോൾ ഇതിലൊരു ബിസിനസ് സാധ്യതയുണ്ട്. അത് നമുക്ക് അരുണിനെ കൊണ്ട് പറയും. നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ അരുണിനൊരു പ്രത്യേക താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാനിപ്പോൾ IFB പോയിന്റ്, എന്താണ് ഈ IFB പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? IFB പോയിന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നമ്മുടെ ഫൗണ്ടറുടെ ഒരു ബേബിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ IFB എന്ന ബ്രാൻഡിന് എക്സ്പീരിയൻഷ്യൽ സ്റ്റോർസ് വേണം. കസ്റ്റമേഴ്സിന് വന്ന് എല്ലാ പ്രൊഡക്ട്സും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന IFBയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂം എന്നുള്ള രീതിയിലാണ് നമ്മൾ IFB പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്രോസ് ഇന്ത്യ നമുക്ക് ഷോറൂംസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇപ്പൊ നിലവിൽ 28 സ്റ്റോഴ്സ് ആണ് ഉള്ളത്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് 28 ഷോറൂംസ് നിലവിൽ 28 സ്റ്റോർ. ഇതിപ്പോ റീസെന്റ് ഓപ്പൺ ചെയ്തു. ഇത് കഴിഞ്ഞ നവംബറിൽ ഓപ്പൺ ചെയ്തതാണ്. ഇനിയും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വരും മാസങ്ങളിൽ വി ആർ ഓപ്പണിംഗ് ഫ്യൂ മോർ സ്റ്റോഴ്സ്. എനിക്കിപ്പോൾ എറണാകുളത്ത് IFB പോയിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? ബേസിക് റിക്വയർമെന്റ് ഉണ്ട് നമുക്ക്. അതായത് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അതിന് ഫ്രണ്ടേജ് ഇത്ര വേണം, അതിൽ നമ്മൾ മെയിൻ റോഡ് ഫേസിങ് ആയിരിക്കണം. അങ്ങനെ ചില പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊപ്പോസൽ, ഒരു പ്രോസസ് ഉണ്ടാവും. അതിന് ഒരു പ്രൊപ്പോസൽ ഉണ്ടാവും. അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് നിങ്ങൾ ചെയ്ത് പറയും. വി വിൽ ഗിവ് ദം. അപ്പൊ അങ്ങനെ ഒരു മെഷീൻ, അപ്പൊ എത്ര മെഷീൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരുമായിട്ട് സംസാരിക്കും. എന്നിട്ട് ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡീൽ ആണെങ്കിൽ മാത്രം നമ്മൾ പ്രൊസീഡ് ചെയ്യുള്ളൂ. സാധാരണ ഒരു IFBയുടെ ഒരു പ്രോഡക്റ്റ്, ഒരു ഫ്രാഞ്ചൈസി എടുക്കണം, എന്ത് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആകും, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അത് ഓരോ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ ഒരു ഷോറൂമിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രാൻഡിങ്, അതിന്റെ ഇന്റീരിയർ ഡിസൈൻസ്, ഇതിന്റെ ഡിസൈന് കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പനി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ലീസ് എഗ്രിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഈ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്ന ആളായിരിക്കും എടുക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് സാധ്യത പറഞ്ഞു. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു മറ്റൊരു IFBയുടെ സെഗ്മെന്റ് ആണ് റെഫ്രിജറേറ്റർ അല്ലേ? നമുക്ക് ഏതൊക്കെ മോഡലാ നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ആക്ച്വലി? ഇത് IFBയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അത് ലേറ്റസ്റ്റ് കാറ്റഗറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് റെഫ്രിജറേറ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വാഷിംഗ് മെഷീൻസ് ഉണ്ട്, അതിനകത്ത് FLTL ഉണ്ട്, നമുക്ക് മൈക്രോവേവ് അവൻസ് ഉണ്ട്, ഡിഷ് വാഷേഴ്സ് ഉണ്ട്, ദെൻ നമുക്ക് ക്ലോത്ത് ഡ്രയേഴ്സ് ഉണ്ട്, കിച്ചൺ അപ്ലയൻസസ് ഉണ്ട്. പിന്നെ നമ്മളൊരു 3 വർഷം മുമ്പ് AC ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് നമ്മൾ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് റെഫ്രിജറേറ്റേഴ്സ്. ഇതിലെന്താ പ്രത്യേകത? ഇതിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്ട് കൂളും ഉണ്ട്, ഒന്ന് ഫോഴ്സ് ഫ്രീ ഉണ്ട്. ഇതിപ്പോ ഡയറക്ട് കൂളാണ്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ റെഫ്രിജറേറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് E-Tech എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. E-Tech എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സ്ട്രാ സ്പേസ്, എക്സ്ട്രാ കൺവീനിയൻസ് ആൻഡ് എക്സ്ട്രാ കൂളിംഗ്. അതാണ് E-Tech എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഈ ഒരു കാറ്റഗറി, ഈ ഒരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 243 ലിറ്റേഴ്സിന്റെ ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യൂട്ടിലിറ്റി സ്പേസ് വരുന്ന മെഷീൻസ് ആണ് നമ്മുടെ. കൂടുതൽ കൂളിങ്ങും കൂടുതൽ എന്താ പറയുക സ്പേസും ഇതെല്ലാം ഈ ഒരു ടെക്നോളജിയിൽ വരുന്നതാണ്. ഇതൊക്കെ നോർമലി എന്ത് പ്രൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് 25 ബിലോ ആണ് വരുന്നത്. ആണല്ലേ? അതെ 25 ബിലോ. പിന്നെ എന്താ വെച്ചാൽ ഇതിനകത്ത് വേറെ ഇപ്പൊ E-Tech എന്ന് പറയുന്നതിന്റെ തന്നെ നമുക്ക് സറൗണ്ട് കൂളിംഗ് ഉണ്ട്, ഇപ്പൊ സ്റ്റെബിലൈസർ ഫ്രീ ആണ് ഇതിന്റെ ഓപ്ഷൻസ്. ദെൻ നമുക്ക് ഹോം ഇൻവെർട്ടറിലേക്ക്, അത് കറണ്ട് പോയാലും നമുക്ക് വേറെ സ്വിച്ചിങ് ഒന്നും ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹോം ഇൻവെർട്ടറിലേക്ക് കണക്ട് ആവും. പിന്നെ ഇൻബിറ്റ് ഡിയോഡറൈസർ ഉണ്ട്. അതായത് നമ്മൾ ഫുഡൊക്കെ അകത്ത് വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില മസാല, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കുക്കിംഗ് എന്ന് പറഞ്ഞ കുറെ മസാലസ് ഒക്കെ ഇട്ടിരിക്കും, ചിലപ്പം ചില ഓർഡേഴ്സ് വരാൻ സാധ്യതയുണ്ട്, മണം വരാൻ സാധ്യത. അപ്പൊ അതിനെ ഡീഹൈഡ്രൈസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഇതിന്റെ അകത്തുണ്ട്. അതുപോലെ നമുക്ക് ഇതിന് 10 ഇയർ വാറന്റി ഉണ്ട്, കംപ്രസർ ഉണ്ട്. പിന്നെ ഫുൾ മെഷീൻ നമ്മൾ 1 ഇയർ വാറന്റി ആണ് ഇപ്പൊ നിലവിൽ. 10 ഇയർ വാറന്റി കംപ്രസറിനും ഉണ്ട്. അതെ. പിന്നെ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അപ്പം നമ്മുടെ മെഷീൻ ഫുൾ സറൗണ്ട് കൂളിംഗ് ഉള്ള മെഷീനാണ്. അതായത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സിലേക്ക് കൂളിംഗ് വരിക, 360 ഡിഗ്രി കൂളിംഗ് വരുന്നുണ്ട്. 360 ഡിഗ്രി. അപ്പം പെർഫെക്റ്റ് കൂളിംഗ് ഉണ്ടാവും, പെർഫെക്റ്റ് പ്രിസർവേഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മളിപ്പം ഫ്രീസറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫ്രീസറിന്റെ അകത്തും ഇതേപോലെ തന്നെ നമുക്ക് ഇതാണ് 360 ഡിഗ്രി കൂളിംഗ് ആണ്. പ്ലസ് ഇതിൽ വരുന്ന നമ്മുടെ ഐസ് ട്രേ മെറ്റൽ ഇൻഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഐസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഇപ്പൊ ക്രിസ്പർ ആണെങ്കിലും ഈ കാറ്റഗറിയിൽ ഏറ്റവും വലുപ്പമുള്ള ക്രിസ്പർ ആണ് നമ്മുടെ. ഇപ്പൊ ക്രിസ്പറിന്റെ അടപ്പിനെ കുറിച്ച് പറഞ്ഞാല് ഇത് ഈ ഹണി കോംബ് ഡിസൈൻ ആണ്. ഇത് പ്രത്യേകത നമ്മളിപ്പോ ഈ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിരുമ്പോ ചിലപ്പോൾ ചില മോയ്സ്ചേഴ്സ് വരും. മോയ്സ്ചേഴ്സ് വന്ന് അത് ഈ ഫ്രീസറിന്റെ അടപ്പിൽ കെട്ടി നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വെള്ളത്തുള്ളികളായിട്ട് താഴത്തേക്ക് വീണ് അത് ഈ ചിലപ്പോൾ പച്ചക്കറികളെ പെട്ടെന്ന് മോശമാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആ മോയ്സ്ചർ കണ്ടന്റ് ഇതിൽ ഹോൾഡ് ചെയ്യും. ഇത് താഴത്തേക്ക് വീഴാതെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കും. അതിനുള്ളതാണ് ഈ ഒരു ഡിസൈൻ, ഹണികോം ഡിസൈൻ ആയിട്ട് നമുക്ക് മാത്രം വരുന്നതാണ്. നമ്മൾ ഇത്രയും നേരം ഫ്രിഡ്ജിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അപ്പൊ ഇദ്ദേഹം നമുക്ക് വേണ്ടി അതിന്റെ AC യെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ. ഇപ്പൊ IFBക്ക് AC ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് വരുന്ന പ്രത്യേകത എന്തൊക്കെയാ? IFBയുടെ ACയുടെ പ്രത്യേകതകൾ? നമ്മുടെ മെയിൻ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ IFB AC ഫാസ്റ്റ് കൂൾ ആണ്. ഫാസ്റ്റ് കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 58 ഡിഗ്രി സെൽഷ്യസ് ഉള്ള റൂം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലോട്ട് മാറും. എത്ര മോഡലുകളാണ് നമുക്ക് ഉള്ളത്? ആക്ച്വലി നമുക്ക് IFBയിൽ 3 ടൈപ്പ് ടണ്ണേജ് ഉള്ള AC ആണ്. 1 ടൺ, 1.5 ടൺ, 2 ടൺ. AI ഇന്റഗ്രേഷൻ ഉണ്ടല്ലോ. ഇതിൽ വരുമ്പോൾ AI ഇന്റഗ്രേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോ IFB AC നമുക്ക് മൈ IFB ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം വൈഫൈ ഡിവൈസിൽ നമ്മുടെ AC-യും മൊബൈലും കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഫോൺ ത്രൂ നമുക്ക് ഇതിന്റെ പല മോഡ്സ്, 8-in-1 ഫ്ലെക്സി മോഡ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫോൺ ത്രൂ കൺട്രോൾ ചെയ്യാം. റൂമിന്റെ സ്ക്വയർ ഫീറ്റും റൂമിന്റെ റിക്വയർമെന്റും അനുസരിച്ച് ഈ AC ഓട്ടോമാറ്റിക്കലി അതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൂൾ ചെയ്ത് തരും. ഇതാണ് നമ്മൾ നേരത്തെ രണ്ടാമത്തെ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ IFBയുടെ AC വരുന്നത് ഈ കണ്ടൻസർ ട്യൂബ് എല്ലാം നാനോ കോട്ടിംഗ് വെച്ച് കോട്ടഡ് ആണ്. ഇത് ഗ്രീൻ കളർ നോർമൽ അതർ ഇൻ കമ്പയർ ടു കോമ്പറ്റീഷൻ ജസ്റ്റ് നോർമൽ കോട്ടിംഗേ ഉള്ളൂ. ഈ നാനോ കോട്ടിങ്ങിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസർ ട്യൂബ് നമ്മുടെ ഈ ഹോട്ട് എയർ പോയിട്ട് കോൾഡ് ആവുന്നതാണല്ലോ. സോ അതിന്റെ ഈ നാനോ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ കണ്ടൻസർ ട്യൂബ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇൻ കമ്പയർ ടു നമ്മുടെ ഫിൻസിന്റെ നോക്കുവാണെങ്കിൽ ഗോൾഡ് ഫിൻ
ഈ ഹീറ്റ് എക്സ്ചേഞ്ച് പെട്ടെന്ന്, അതുകൊണ്ടാണ് ഈ ഫാസ്റ്റ് കൂളിംഗ് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഹോട്ട് എയർ വന്നിട്ട് കോൾഡ് ആവാനുള്ള ഒരു സപ്പോർട്ടാണ് ഈ ഗോൾഫിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ 4-way സ്വിങ്ങുള്ള ടെക്നോളജിയാണ്. നമുക്ക് അത് സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് IFBC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് നമുക്ക് ഇത് ഫ്രണ്ട് ആൻഡ് ബാക്കും ഈ ഫിൻസ് സൈഡ് വേസിലും നമുക്ക് ഇവിടെ സ്വിംഗ് ആയി കിട്ടും. IFBക്ക് മാത്രമാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബാക്കി കോമ്പറ്റീഷനിലെല്ലാം നമ്മൾ ഹയർ സീരീസിലോട്ട് പോകുമ്പോഴാണ് ഈ 4-way സ്വിംഗ് കിട്ടുന്നത്. ഇത് മൈക്രോ ഓവൻ ആണ് അല്ലേ? മൈക്രോവേവ് ഓവൻ ആണ്. നമുക്ക് 3 ടൈപ്പ് മൈക്രോവേവ് ഓവൻ ആണുള്ളത്. ഒന്ന് സോളോ, ഒന്ന് ഗ്രില്ല്, ഒന്ന് കൺവെക്ഷൻ. സോളോ എന്ന് പറയാൻ ജസ്റ്റ് ഒരു ഗ്രിൽ ബേക്കിംഗ് പർപ്പസ് മാത്രമാണ്. നമുക്ക് ഇപ്പൊ പപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് നമ്മൾ ഹീറ്റ് ചെയ്ത് ഈറ്റ് ചെയ്യുക, കഴിക്കുക, അതാണ് ആ ഒരു പർപ്പസ്. ഇതാവുമ്പോഴോ ഇത് ഇൻബിൽട്ട് മൈക്രോവേവും ഇൻബിൽട്ട് ഓവനുമാണ്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് IFBയുടെ ഈ ഡിഷ് വാഷറാണ് അല്ലേ? ഞാൻ തുറന്നോട്ടെ. ഇതാണ് IFBയുടെ ഡിഷ് വാഷർ അല്ലേ? ഇതിന്റെ പ്രത്യേകത നമുക്ക് ബിൽട്ടിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഷ് വാഷർ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു സെറ്റ് ആണ്. ഇപ്പൊ പല വീടുകളിലും ഇപ്പൊ നമ്മുടെ എന്താ പറയാ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ സ്പേസ് ഒരു കൺസേൺ ആണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു കിച്ചൺ അപ്ലയൻസിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ഈ ഡിഷ് വാഷർ ബിൽട്ടിൻ ആയിട്ട് ഉപയോഗിക്കാം. സോ ഈ ഡിഷ് വാഷറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഈസ് ഓഫ് ലൈഫ് കൊണ്ടുവരാന്നുള്ളതാണ്. കാരണം പലർക്കും 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ പ്ലേറ്റ് വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് IFB ഡിഷ് വാഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 ഫിൻസ് ഇവിടെ വരുന്നുണ്ട്. വാട്ടർ പൈപ്പ് വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മള് ഇത് ഫുൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ മസാലയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റെയിൻ കൂടുതൽ പ്ലേറ്റിൽ നിൽക്കും. അതെങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തത്? ഇനീഷ്യലി നമ്മൾ സ്റ്റീം സ്റ്റാർട്ട് ചെയ്യും. പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റീം ആയിരിക്കും. സ്റ്റീം ബാത്ത് വരും. സ്റ്റീം ബാത്ത് വന്നിട്ട് ആ ഫുഡ് പാർട്ടിക്കിൾസിന്റെ വേസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി പിന്നീടാണ് വാട്ടർ വാഷ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതെ. പിന്നെ ലാസ്റ്റ് ആ വാട്ടർ കളയാൻ വേണ്ടി വീണ്ടും ഒരു സ്റ്റീമിന്റെ പ്രോഗ്രാം വരും. നമുക്ക് സാധാരണ എത്ര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എത്ര സമയം വേണ്ട ഒരു സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട്? ഇത് ഫുൾ പ്രോഗ്രാം റൺ ചെയ്യണം നമുക്ക് 15 to 20 minutes. 20 minutes. 20 മിനിറ്റ് മൊത്തം പാത്രം കഴുകി കിട്ടും. മറ്റേ നമ്മൾ ഓരോ പ്ലേറ്റും കഴുകി. ഇത് നമ്മുടെ ഒരു യൂണിക് പ്രോഡക്റ്റ് ആണല്ലേ? യൂണിക് പ്രോഡക്റ്റ് ആണല്ലേ? അതെ. പിന്നെ നമുക്ക് അടുത്തത് കിച്ചൺ അപ്ലയൻസ് സെഗ്മെന്റ് ആണ്. നമുക്ക് ചിമ്മിനി ഉണ്ട്, ഹോബ് ഉണ്ട്. ഇതാണെങ്കിൽ നമുക്ക് ഹാൻഡ് സെൻസർ മോഷൻ വരുന്നതാണ്. ഓണായി അല്ലേ? കൈ അവിടെ നിന്ന് ഇങ്ങോട്ട് പോണോ? ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് മോഷൻ ചെയ്താൽ മതി. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതെ. ഇതിനാണെങ്കിൽ നമുക്ക് സക്ഷൻ പവർ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഹീറ്റ്. ഇതും അങ്ങനെ തന്നെ അല്ലേ? സെയിം തന്നെ. ബട്ട് ഇത് നമ്മള് ഐലൻഡ് എന്ന് പറയും ഈ ഒരു മോഡലിന്. ഐലൻഡ് ടൈപ്പ് ചിമ്മിനിയാണ്. ഇത് സ്ലാൻഡിംഗ് മോഡൽ വരുന്ന ചിമ്മിനിയാണ്. അപ്പൊ ഓരോ വീടുകളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷം. IFBയുടെ എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാരൊക്കെ വളരെ സന്തോഷം. അപ്പൊ ഇതൊരു ഭയങ്കര ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ? പറഞ്ഞേ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇദ്ദേഹം ഇതിന്റെ ബിസിനസ് സാധ്യതയെ പരിചയപ്പെടുത്തിയാണ് അരുൺ. മോൺസി നമുക്ക് എന്താ പറയാ ഒരു വാഷിംഗ് മെഷീനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ആളുകൾ ഇപ്പൊ നമുക്ക് 24 അല്ലെ 28 IFB ഔട്ട്ലെറ്റുകളുണ്ട് അല്ലേ? കമ്പനി ഓൺ ചെയ്യും. കമ്പനി ഓണ്ടും ഫ്രാഞ്ചൈസി ഓണ്ടും. നമ്മുടെ സർവീസ് ഒക്കെ എങ്ങനെയാണ് ആക്ച്വലി? സർവീസ് നമ്മുടെ ഞാൻ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക് ആണ് നമുക്കുള്ളത്. അതെല്ലാം ഫ്രാഞ്ചൈസികളാണ്, സർവീസ് ഫ്രാഞ്ചൈസികളാണ്. പക്ഷെ നമ്മുടെ ടീമാണ് അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അക്രോസ് കേരള വി ഹാവ് എ വെരി സ്ട്രോങ് ടീം. അല്ല, എല്ലാ ആളുകൾക്കും ഒരു വിശ്വാസം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഇന്ത്യൻ ബ്രാൻഡ് ആണോ എന്നൊരു സംശയം ഉണ്ട് അല്ലെ? പക്ഷെ IFB പ്യുവർലി ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണ്. അല്ല, അങ്ങനെ ഒരു പെർസെപ്ഷൻ വരാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മുടെ ഒരു ഡിസൈൻ ആസ്പെക്ട്, ഇതിന്റെ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ ആളുകൾ വിചാരിച്ച ഇന്ത്യൻ ബ്രാൻഡിന് ഇത്രയും ക്വാളിറ്റി വരില്ല എന്നൊരു പെർസെപ്ഷനിൽ നിന്നായിരിക്കാം ഇതൊരു ഫോറിൻ ബ്രാൻഡാണ് എന്നൊരു പെർസെപ്ഷൻ വന്നതിന് കാരണം. പക്ഷേ എന്താ പറയാ, നമ്മൾ പിന്നെ അതങ്ങനെ നമ്മളങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ധാരണ മാറ്റാനൊന്നും പോയില്ല. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും നല്ല അഭിപ്രായമാണ് മാർക്കറ്റിൽ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്തായാലും IFB നമുക്കൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. എന്റെ വീട്ടിലേക്ക് ആ സാധനം മേടിക്കുന്നുണ്ട്, ഡിഷ് വാഷർ. അപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മൾ IFBയിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. ഇപ്പൊ എന്നേക്കാൾ ഉപരി നമ്മുടെ ഓഡിയൻസ്, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ വീട്ടുകളിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനത്തെ വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കപ്പെട്ടത്. IFBയുടെ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു പ്രൗഡ് ഫീൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? വളരെ സന്തോഷം. വീണ്ടും കാണാം. ബൈ.